ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് കിടിലൻ ത്രില്ലർ സിനിമകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തമിഴ് സിനിമകളാണ്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു തെലുങ്ക് മൂവിയാണ് കേട്ടോ. തെലുങ്ക് മൂവി തമിഴ് ഡബ്ബാണ്. തമിഴ് മലയാളം ഒക്കെ ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. സിനിമയുടെ പേര് വരുന്നത് കോർട്ട് സ്റ്റേറ്റ് വിസ നോബഡി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നാനി അത് പ്രസൻറ്റ് ചെയ്യുന്നൊരു സിനിമ കൂടിയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ഒരു ലീഗൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ലീഗൽ ഡ്രാമ എന്ന് പറയുമ്പോൾ ഒരു കോർട്ടൂൺ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പോക്സോ കേസ്, ഈ പോക്സോ പോക്സോ ആക്ട് നിയമം നിലവിൽ വന്ന ആ ഒരു സമയത്ത് ആണ് ഈ സിനിമയുടെ ഒരു കഥ നടക്കുന്നത്. പോക്സോ ആക്ട് എങ്ങനെ മിസ്യൂസ് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് ഈ ഒരു സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് രാം ജഗദീഷ് ആണ്. അദ്ദേഹം തന്നെയാണ് എഴുതിയിട്ടുള്ളതും. അപ്പോൾ ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് പ്രിയദർശി പുള്ളിക്കൊണ്ട, ഹർഷ് റോഷൻ, ശ്രീദേവി, ശിവാജി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത് ഏകദേശം 2.5 മണിക്കൂർ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ ഉണ്ട്. അതായത് സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഈ ലെങ്ത് ആയിരുന്നു എനിക്ക് നെഗറ്റീവായി തോന്നിയ കാര്യം. ശരിക്കും അത്രയും ആവശ്യമില്ലായിരുന്നു. ഇതിൽ കുറച്ച് ലവ് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് ലെങ്ത് കുറയ്ക്കാമായിരുന്നു തോന്നി. ആ ഒരു പോർഷൻ ഏകദേശം ഒരു മണിക്കൂർ നേരത്തേക്ക് ഈ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഈ ആദ്യത്തെ ഒരു മണിക്കൂർ മുന്നോട്ട് പോകുന്നത്. അതിനുശേഷമാണ് പ്രസൻറ്റിലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നത്. പ്രസൻറ്റിലെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും എന്താണ് സംഭവം എന്നുള്ളത് കാണിച്ചു തരുന്നതായിരുന്നു ആദ്യത്തെ ഒരു മണിക്കൂർ എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂറിൽ കുറേ ഈ ലവ് ട്രാക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഈ നായിക തമ്മിലുള്ള കുറേ ലവ് ട്രാക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് കാണിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് വെട്ടിച്ചുരുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആ ഭാഗത്ത് കുറച്ചൊരു എന്താ പറയുക, ഒരു ലാഗ് ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ മ്യൂസിക് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ നൈസായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡുകളൊക്കെ വളരെ നൈസായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിലെ ഓരോ ഡയലോഗ് നമ്മളെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള കുറേ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇമോഷണലായിട്ട് നമുക്ക് എന്താ പറയുക, നല്ലപോലെ കണക്ട് ആകുന്ന ഒരു സിനിമ കൂടിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഈ സിനിമ വളരെ നീറ്റായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ല, ഈ ലവ് ട്രാക്ക് സംഭവങ്ങൾ ഒന്നുകൂടി ഒന്ന് ലെങ്ത് കുറയ്ക്കാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ആ ഒരു സംഭവം ഒഴിച്ച് മാറ്റി നിർത്തിയാൽ വളരെ മികച്ചൊരു സിനിമ തന്നെയാണ് ഈ സിനിമ എന്നുള്ളത്. ഒരു ഗംഭീര പടം ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും വളരെ നീറ്റായിട്ട് എടുത്തു വെച്ചൊരു മികച്ച സിനിമ തന്നെയാണ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. മലയാളം തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. മലയാളം തമിഴൊക്കെ ഡബ്ബിങ് വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും കാണേണ്ട ഒരു സിനിമയാണ്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. നമ്മളെ മലയാള സിനിമയായ നേര് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു കോർട്ടൂൺ ഡ്രാമ ത്രില്ലറാണ്. പക്ഷേ അതുപോലെ ഒന്നല്ല, ഇത് വേറൊരു സംഭവമാണ്. കണ്ടു നോക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സിനിമ എന്നുള്ളത് ഒരു തമിഴ് ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിലുള്ള സിനിമയാണ്. ട്രോമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമ്പിത്തുരൈ മരിയപ്പനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. വിവേക് പ്രസന്ന, പ്രദോഷ്, പൂർണിമ രവി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, കുട്ടികളില്ലാത്ത ഒരു ഭാര്യ ഭർത്താവും പിന്നെ 2 കാർ മോഷ്ടാക്കൾ, അതുകൂടാതെ കുറച്ച് പോലീസുകാർ, 2 പേരുടെ പ്രണയം, ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുന്ന ഒരു ക്രൈം, അതെങ്ങനെ കൂട്ടിപ്പടഞ്ഞ് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നൊരു സംഭവമാണ് ഈ സിനിമ എന്നുള്ളത്. ട്രോമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ കണ്ടൻറ്റ്, അതായത് അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം വളരെ മികച്ചൊരു സംഭവം തന്നെയായിരുന്നു. ഒരു അടിപൊളി സംഭവം തന്നെയാണ്, ഒരു അടിപൊളി കണ്ടൻറ്റ് തന്നെയായിരുന്നു. പക്ഷേ അവരെടുത്ത് വെച്ച രീതിയായിരുന്നു കുറച്ച് എന്താ പറയുക, ബോറായിട്ട് തോന്നിയെന്നുള്ളതാണ്. സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ള ഏകദേശം 2 മണിക്കൂർ എടുത്താണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. 1 മണിക്കൂർ 50 മിനിറ്റ് സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. ഡ്യൂറേഷൻ ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ അവരാ പറഞ്ഞു വരുന്ന രീതി, ഫസ്റ്റ് കുറേ കോമഡി ട്രാക്കൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു. വെറുതെ ഒരു ആവശ്യമില്ലായിരുന്നു. അതിന് പകരം ഈ ഒരു സംഭവം, ഇവർ പറയാൻ ഉദ്ദേശിച്ച ആ ഒരു ക്രൈം സംഭവം ഒന്നുകൂടി ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അതാണ് എനിക്ക് ഒരു എന്താ പറയുക, ആ ഒരു മേക്കിംഗ് നന്നാക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ട്രോമ എന്ന ഈ ഒരു സിനിമയിൽ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സംഭവം ഓക്കെ ആയിരുന്നു. പെർഫോമൻസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. എന്നാൽ ഈ ഒരു സംഭവം നല്ലൊരു കണ്ടൻറ്റ് കിട്ടിയിട്ട് അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് ഈ ട്രോമ എന്ന സിനിമ എനിക്ക് കണ്ടോ ഫീൽ ചെയ്തത്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്താ പറയുക, സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് ട്രോമ എന്ന തമിഴ് സിനിമ. അപ്പോൾ ജസ്റ്റ് 1 ടൈം വാച്ചബിൾ ആയിട്ടാണ് ഈ ഒരു സിനിമ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ
ഈ 2 സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കോർട്ട്, സ്റ്റേറ്റ് വേഴ്സസ് നോബഡി, കൂടാതെ ട്രോമ, ഈ 2 സിനിമകളാണ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.